ഇന്നലെ 11 മണിക്കാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്തി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS അവറുകൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്ന് ഇതിൻ്റെ അന്വേഷണം കാർത്തിക് IPS അവറുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ നടന്ന അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായി വെളിവായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പല കോൺട്രഡിക്ഷൻസും ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായി പരിശോധിച്ച് വരികയാണ്. ഡീറ്റെയിൽ ആയി അതിൻ്റെ SHO അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തന്നെ നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ SHO അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നിങ്ങൾ കാണും. ഓക്കെ, താങ്ക് യു. ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി അതിനുശേഷമാകും പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നും മനസ്സിലാക്കുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് ഇതിൽ പ്രതി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടി തൻ്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം, അതായത് പിതാവ് മരിച്ചതിന് ശേഷം പിതാവിൻ്റെ സഹോദരനോടൊപ്പമാണ് ഈ 12 വയസ്സുകാരി കഴിഞ്ഞിരുന്നത്. സഹോദരനും ഭാര്യയ്ക്കും ഒപ്പമാണ്. പിന്നീടാണ് അവർക്ക് 4 മാസം പ്രായം, അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന ആ കുട്ടിക്ക് ഇപ്പോൾ 4 മാസമാണ് പ്രായം. ആ കുഞ്ഞിനെയാണ് കിണറ്റിലെറിഞ്ഞ് 12 വയസ്സുകാരി കൊലപ്പെടുത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അരുൺ, തുടരാം. പ്രവിധ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. വളപട്ടണത്തെ CA ആണ്. നിലവിൽ ഈ SHO ചുമതല വേറെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കാർത്തിക് B IPSനാണ്. എന്തായാലും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് നമ്മോടിപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ചുമതലയുള്ള നിലവിൽ വളപട്ടണം SHO ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കാർത്തിക് B IPS ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. അദ്ദേഹം ആ കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ ഇവയൊക്കെയാണ്. അതായത് ഈ പെൺകുട്ടി ഇത്തരമൊരു കൊലപാതകം നടത്താനുണ്ടായിട്ടുള്ള കാരണമെന്നുള്ളത് ആ പെൺകുട്ടിയോട്, ഈ കുഞ്ഞിനോട് മറ്റെന്തെങ്കിലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് ഈ സ്നേഹം പങ്കിട്ടു പോകുന്നു എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അങ്ങനെ ആ കുട്ടിയുടെ ചിന്ത ഉണ്ടാകുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഈ 12 വയസ്സുകാരിയിൽ രൂപപ്പെട്ടു. അതിനുശേഷം എടുത്തൊരു തീരുമാനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളാണ് ഈ 12 വയസ്സുള്ള പെൺകുട്ടി. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. അവിടെ ഈ പിതാവ്, ഈ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അമ്മയുടെ സംരക്ഷണയിലായിരുന്നു കുറച്ചുകാലം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവർക്കൊപ്പം കേരളത്തിലേക്ക് വരികയും ഇവിടെ ഇപ്പോൾ കുറേ കാലമായി ഇവരുടെ സംരക്ഷണയിൽ ഈ പാപ്പിനിശ്ശേരി പാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു ലാളനയേറ്റ് വളർന്നിരുന്ന ഒരു ബാല്യം ആ കുട്ടിയെ സംബന്ധിച്ച്, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഈ 4 മാസം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ ജനനമുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായ സ്നേഹം പങ്കിട്ടു പോകും എന്നൊരു ചിന്ത, അങ്ങനെ ഉണ്ടായ ഒരു മാനസികാവസ്ഥയിലാണ് അതിനെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കും.